ഈ തവണ ഉത്സവത്തിന്റെ നല്ല സൂപ്പർ വെടിക്കെട്ട്. അത് ശരിയാടാ. എടാ നേരം ഒരുപാട് വൈകിയല്ലോ. നീ ആ കുരിയാശ്ശേരി മനയുടെ മുമ്പിൽ കൂടി പോയാ മതിടാ. എടാ ആ മനപ്പറമ്പില് മുരിനമ്മീശന്റെ പ്രേതം ഉണ്ടെന്നാണല്ലോ പറയുന്നേ. നീ ആ മനപ്പറമ്പിലേക്ക് നോക്കാണ്ട് പോയാ മതിടാ. ചേട്ടാ ചേട്ടാ, ഞാനും കൂടെ വന്നോട്ടെ. നീ എവിടെന്നാ വന്നേ? ഞാനിവിടെ ഉത്സവത്തിന്റെ വെടിക്കെട്ടിനുണ്ടായിരുന്നു. എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകാമോ? ആ രാത്രിയല്ലേ, നീയും വായോ. നീ എവിടെയാ? നീ എവിടെയാ? ഞാനിവിടെ ഉണ്ട് ചേട്ടാ. എവിടെ? ഇവിടെ ചേട്ടാ. എവിടെ? നീ എവിടെ? ചേട്ടൻ വാ ചേട്ടാ. ഈ മനയിൽ മുരി നമ്പീശൻ എന്ന് പറയുന്ന അവളുടെ പ്രേതമുണ്ട്. പ്രേതമോ? ചുമ്മാ പറയുന്നതാ ചേട്ടാ. നീ എവിടെയാ? ചുണ്ണാമ്പുണ്ടോ ചേട്ടാ? ഒന്ന് മുറുക്കാനാ. ഡോക്ടറെ, ആ മനപ്പറമ്പിന്റെ കാര്യം എന്തായി? ആ മനപ്പറമ്പിൻ്റെ എല്ലാ വിവരവും കിട്ടി. മൂരി നമ്പൂരി എന്നറിയപ്പെടുന്ന ഒരു ദുർമന്ത്രവാദിയായിരുന്നു ആ മനപ്പറമ്പിൻ്റെ ഉടമസ്ഥൻ. നമ്പൂതിരിയുടെ മകളുമായി നാട്ടിലറിയപ്പെടുന്ന ഒരു ഡോക്ടർ പ്രണയത്തിലായി. വിവാഹാലോചനയുമായി ചെന്ന ആ ഡോക്ടറുടെ അപ്പനെ നമ്പൂതിരി ശപിച്ച് പന്നിയാക്കി. ഇതുപോലെ പലരെയും ശപിച്ച് മൃഗങ്ങളാക്കിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അവരുടെയൊക്കെ പ്രേതം ഈ മനയിലുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരാളെ മനയുടെ മുമ്പിൽ വെച്ച് പ്രേതം പിടിച്ച് കൊന്നു. നമുക്ക് ഈ മനപ്പറമ്പ് വേണ്ട ഡോക്ടറെ, അവിടെ പ്രേതമുണ്ട്. അപ്പോൾ ആ മൂരി നമ്പീശൻ അവിടെ തന്നെയുണ്ട്. ആ മനപ്പറമ്പ് എനിക്ക് വേണം. ആ മൂരി നമ്പീശനെയും.
ഡോക്ടറെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഡോക്ടറെ, ഞാൻ ഈ ഇടവകയിലെ വികാരിയാണ്. നല്ല കാര്യം അച്ചോ. ഡോക്ടറെ ഒന്ന് പ്രാർത്ഥിക്കാനും വീടൊക്കെ ഒന്ന് വെഞ്ചരിക്കാനായിട്ടാണ് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം. ഡോക്ടറെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. തന്ത്രങ്ങൾ പഠിച്ച കറകളഞ്ഞ വിശ്വാസി. സാത്താന്മാർ ഇവിടെ കൂടുതലുണ്ടോ എന്നൊരു സംശയം. ഡോക്ടർ ഈ മനമേടിക്കാനുള്ള കാരണം? അതൊരു കഥയാണച്ചോ. ഞാനും ഈ മൂരി നമ്പീശൻ്റെ മകളും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. വിവാഹ ആലോചനയുമായി ചെന്ന എൻ്റെ അപ്പനെ മൂരി നമ്പീശൻ ഈ മനയിൽ പന്നിയായി തളച്ചു. ജീവൻ പോയാലും എൻ്റെ അപ്പനില്ലാതെ ഈ മനയിൽ നിന്നും ഞാൻ മടങ്ങില്ല അച്ചോ. ഡോക്ടർ ഒന്ന് ശ്രദ്ധിക്കണം. എന്തോ ഒരു അപാകത തോന്നുന്നു. അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഘോഷയാത്ര ഇന്നലെ ഉത്സവത്തിൻ്റെ വെടിക്കെട്ടുണ്ടായിരുന്നു അച്ചോ. ായി ഞാൻ വീണ്ടും വരാം. ശരി അച്ചോ. അമ്പലത്തിൽ നിന്നൊരു സ്വാമി വരണുണ്ടല്ലോ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നമസ്കാരം തിരുമേനി. താങ്കളാണല്ലേ ഈ മന വാങ്ങിയ ഡോക്ടർ? അതെ. ഞാൻ ഈ വഴിയെ ഘോഷയാത്രയായി നടന്നു പോവുകയായിരുന്നു. ഈ മനപ്പറമ്പിൽ ചില അശുഭ ലക്ഷണങ്ങൾ ഉള്ളതായി നമ്മുടെ ദിവ്യദൃഷ്ടിയിൽ തോന്നിച്ചു. ഒന്ന് നേരിൽ കാണാമെന്ന് കരുതി. സന്തോഷം തിരുമേനി. താങ്കൾ ഒരു കടുത്ത ദൈവവിശ്വാസിയാണ്. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ ദൈവത്തിന് എന്നിൽ വിശ്വാസമുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു പോയാൽ കൊള്ളാമെന്നുണ്ട്. എന്താ? ആയിക്കോട്ടെ തിരുമേനി. ഓം നമഃ ശിവായ. താങ്കളുടെ അച്ഛനെ ദുർമന്ത്രവാദിയായ മൂരി നമ്പീശൻ ശപിച്ച് പന്നിയാക്കി തളച്ചിട്ടിരിക്കുകയാണ്. ഓം നമഃ ശിവായ. മൂരി നമ്പീശൻ്റെ മകളുമായി താങ്കൾ സ്നേഹത്തിലായിരുന്നു. മൂരി നമ്പീശനെ കീഴടക്കി താങ്കളുടെ അച്ഛനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് താങ്കളുടെ ഈ വരവിൻ്റെ ഉദ്ദേശം. കടുത്ത ഈശ്വരവിശ്വാസിയും മന്ത്രതന്ത്രങ്ങളിൽ വിദഗ്ധനുമായ താങ്കൾക്ക് അതിന് കഴിയും. ഓം നമഃ ശിവായ. ഈ മനപ്പറമ്പിൽ സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന സ്വർണ്ണനിധിയുണ്ട്. അത് താങ്കൾക്കെടുക്കാം. പക്ഷേ ഈ മനപ്പറമ്പിൽ മനുഷ്യൻ്റെ രക്തം പൊടിയാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ദുർമന്ത്രവാദിയായ
മൂരി നമ്പീശൻ്റെ ആത്മാവിന് പുനർജന്മം ലഭിക്കും. അങ്ങനെ വന്നാൽ ഒരുപാട് താങ്കൾക്ക് അധ്വാനിക്കേണ്ടി വരും. മൂരി നമ്പീശനെ തളയ്ക്കാൻ ഭഗവാൻ താങ്കളെ അനുഗ്രഹിക്കട്ടെ. വിജയീ ഭവ. ഡോക്ടർ, ഇന്ന് അമാവാസിയാണ്. പ്രത്യേക കരുതൽ വേണം. അപ്പോൾ സാറേ, മൂരി നമ്പീശൻ്റെ മകളെ സ്നേഹിച്ച വ്യക്തി ഡോക്ടറായിരുന്നു അല്ലേ? അതെ. അപ്പോൾ ഡോക്ടറുടെ അപ്പനെയാണോ മൂരി നമ്പീശൻ ഈ മനയിൽ പന്നിയാക്കി തളച്ചിട്ടിരിക്കുന്നത്? അതേടാ വറീതേ. കുരിശുകൊണ്ട് ഞാൻ ഈ മനപ്പറമ്പിൽ അവന് കുരുക്കുണ്ടാക്കിയിട്ടുണ്ട്. ജീവൻ പോയാലും കുരുത്തോല കത്തിച്ച് അഗ്നികുണ്ഡമുണ്ടാക്കി അവനെ കത്തിച്ച് ഭസ്മമാക്കിയിട്ട് എൻ്റെ അപ്പനെയും കൊണ്ടേ ഞാൻ ഈ മനപ്പറമ്പിൽ നിന്ന് പോകും. ഈ കുരിശാണേ സത്യം. ഈ മനപ്പറമ്പിൽ സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന സ്വർണ്ണ നിധിയുണ്ട്. അയ്യോ എൻ്റെ അമ്മേ, അയ്യോ എൻ്റെ അമ്മേ. പക്ഷേ ഈ മനപ്പറമ്പിൽ മനുഷ്യന്റെ രക്തം പൊടിയാൻ പാടില്ല. അയ്യോ ഡോക്ടറെ, എൻ്റെ കാലേ. അങ്ങനെ സംഭവിച്ചാൽ ദുർമന്ത്രവാദിയായ മൂരി നമ്പീശൻ്റെ ആത്മാവിന് പുനർജന്മം ലഭിക്കും. ചതിച്ചല്ലോ കർത്താവേ. വറീതേ, നീ ഇനി മനപ്പറമ്പിൽ നിൽക്കണ്ട. വറീതേ, കൊന്ത മുറുക്കി പിടിച്ച് നീ മനപ്പറമ്പിൽ നിന്ന് പോ പുറത്ത്. കർത്താവ് തമ്പുരാനെ, എന്റെ തമ്പുരാനെ, എടാ മൂരി നമ്പീശ, ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ വർഷങ്ങൾ കാത്തിരുന്നത്. ഈ മനപ്പറമ്പിന്റെ മുക്കിലും മൂലയിലും ഹനാൻ വെള്ളം തെളിച്ച് കുരിശുകൊണ്ട് നിനക്ക് ഞാൻ കുരുക്ക് വെച്ചിട്ടുണ്ടടാ മൂരി നമ്പീശ. നീ ഏത് വേഷത്തിൽ നിന്നാലും കർത്താവ് തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് വെഞ്ചിരിച്ച കുരുത്തോലയിൽ അഗ്നികുണ്ഡമുണ്ടാക്കി നിന്നെ കത്തിച്ച് ഭസ്മമാക്കിയിട്ട് എൻ്റെ അപ്പനെയും കൊണ്ട് ഞാൻ ഈ മനപ്പറമ്പിൽ നിന്ന് പോകും. കർത്താവ് തമ്പുരാനാണ് സത്യം. മനയ്ക്കുള്ളിൽ നിന്നും പുറത്തു വാടാ മൂരി നമ്പീശ. ഈ കുരിശിന്റെ ശക്തിയിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഇറങ്ങി വന്ന് ഈ അഗ്നികുണ്ഡത്തിൽ കത്തി ജ്വലിക്കടാ മൂരി.
ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം.